ഫിഫ ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയുടെ കുതിപ്പ് അവസാനിപ്പിച്ച് കാനഡ പ്രീ ക്വാർട്ടറിൽ കടന്നു. നോക്കൌട്ട് റൗണ്ടിലെ ആദ്യ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് കാനഡയുടെ വിജയം. മത്സരത്തിന്റെ ഇഞ്ചറി ടൈമിൽ സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോ കാനഡയുടെ വിജയ ഗോൾ നേടി. ആദ്യ പകുതിയിലും രണ്ടാം പകുതിയുടെ അവസാന മിനിറ്റ് വരെയും കാനഡയെ ഗോൾ അടുപ്പിക്കാതെ തടഞ്ഞ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇഞ്ചറി ടൈമിൽ അടിപതറുകയായിരുന്നു. ഇതോടെ കാനഡ ലോകകപ്പ് പ്രീ ക്വാർട്ടർ ഉറപ്പിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ കാനഡയുടെ ഏറ്റവും മികച്ച പ്രകടനമാണിത്. പ്രീ ക്വാർട്ടറിൽ നെതർലാൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളായിരിക്കും കാനഡയുടെ എതിരാളികൾ. മത്സരത്തിന്റെ ആദ്യ 10 മിനിറ്റുകൾ മുതൽ തന്നെ ആക്രമണത്തിൽ കാനഡയായിരുന്നു മുന്നിൽ. എന്നാൽ പന്തടക്കത്തിലും പാസുകളിലും ദക്ഷിണാഫ്രിക്ക ചെറുതെങ്കിലും മേധാവിത്വം കാട്ടി. 12 ഷോട്ടുകളും 7 ഓൺ ടാർഗറ്റ് ഷോട്ടുകളും കാനഡ പായിച്ചപ്പോൾ മറുപടിയിൽ 6 ഷോട്ടുകളും ഒരു ഓൺ ടാർഗറ്റ് ഷോട്ടുമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് അവകാശപ്പെടാനുള്ളത്. മത്സരം ആദ്യ 15 മിനിറ്റുകൾ പിന്നിടുമ്പോൾ തന്നെ കാനഡയുടെ നിയന്ത്രണത്തിൽ വന്നിരുന്നു. 20-ാം മിനിറ്റിൽ കോർണറിൽ നിന്ന് പന്ത് ലഭിച്ച കനേഡിയൻ താരം ഡെറക് കോർണലിയൂസ് ഹെഡ് ചെയ്തെങ്കിലും ദക്ഷിണാഫ്രിക്കൻ ഗോളി റോൺവൻ വില്യംസ് പിടിച്ചെടുത്തു. ദക്ഷിണാഫ്രിക്കയുടെ പ്രതിരോധ താരങ്ങൾ അടുത്തില്ലാതിരുന്ന സുവർണാവസരത്തിൽ ദുർബലമായ ഹെഡറിലാണ് ഡെറക് കോർണലിയൂസ് ശ്രമിച്ചത്. ഒന്നിലേറെ സെറ്റ് പീസ് അവസരങ്ങൾ കാനഡയ്ക്ക് ലഭിച്ചിട്ടും ഗോൾ നേടാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. കളിയുടെ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിലും ഫൈനൽ തേർഡിൽ ദക്ഷിണാഫ്രിക്കയെ പോലെ തന്നെ കാനഡയും പതറി. 41-ാം മിനിറ്റിൽ കാനഡ താരം ഡാനി ഒലുവസയുടെ ഗോൾ നീക്കം ലക്ഷ്യം കാണാതെ പോയി. 44-ാം മിനിറ്റിൽ കാനഡയുടെ കോർണർ കിക്ക്. സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോ എടുത്ത കിക്കിൽ മൊയ്സെ ബോംബിറ്റോ ഹെഡ് ചെയ്തെങ്കിലും ലക്ഷ്യം കണ്ടില്ല. ഗോൾ ഏരിയയിലെ കൂട്ടപ്പൊരിച്ചിലിനൊടുവിൽ പന്ത് ദക്ഷിണാഫ്രിക്ക രക്ഷപ്പെടുത്തി. രണ്ടാം പകുതിയിൽ അൽഫോൺസോ ഡേവിസിനെ അടക്കം ഗ്രൗണ്ടിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂഷനിൽ നടത്തിയ പരീക്ഷണങ്ങൾ കാനഡയുടെ നീക്കങ്ങൾക്ക് വേഗമേറ്റി. കനേഡിയൻ ഫോർവേഡുകൾ പന്തുമായി ബോക്സ് വരെ ഇരച്ചെത്തിയപ്പോഴും ശക്തമായ പ്രതിരോധ നിര അണിനിരത്തി ദക്ഷിണാഫ്രിക്ക തടഞ്ഞു നിർത്തി. 5 മിനിറ്റാണ് രണ്ടാം പകുതിക്ക് ഇഞ്ചറി ടൈമായി റഫറി അനുവദിച്ചത്. ഇഞ്ചറി ടൈമിന്റെ 2-ാം മിനിറ്റിൽ ബോക്സിൽ നിന്ന് പന്ത് പ്രതിരോധിക്കാനുള്ള ദക്ഷിണാഫ്രിക്കൻ താരത്തിന്റെ പിഴവിൽ നിന്നാണ് സ്റ്റെഫാൻ യൂസ്റ്റാക്കിയോയ്ക്ക് ഗോൾ തൊടുക്കാൻ അവസരം ലഭിക്കുന്നത്. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്ന് തകർപ്പനൊരു ഷോട്ട് പോസ്റ്റിലേക്ക് ഉതിർത്ത സ്റ്റെഫാന് പിഴച്ചില്ല. ദക്ഷിണാഫ്രിക്ക ഗോളി വില്യംസ് ഡൈവ് ചെയ്തെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. സ്കോർ 1-0. കാനഡ മുന്നിൽ. തൊട്ടു പിന്നാലെ റഫറി ഫുൾ ടൈം വിസിൽ മുഴക്കിയതോടെ ദക്ഷിണാഫ്രിക്ക ലോകകപ്പിൽ നിന്ന് പുറത്ത്. കാനഡ പ്രീ ക്വാർട്ടറിലേക്ക്.